ലോകത്തിലെ ഏറ്റവും കരുത്തരായ രാജ്യങ്ങൾ, മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന ജനവിഭാഗം ആരൊക്കെ എന്നുള്ളത് എക്കാലവും ചൂടുപിടിച്ച ഒരു ചർച്ചാ വിഷയം തന്നെയാണല്ലോ. ഇതിൽ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് 3 വർഷത്തിനകം ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 5 ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയായിരിക്കും അന്നുണ്ടാവുക. 2030 ഇത് 7 ലക്ഷം കോടി ഡോളറായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ 5ാമതാണ് ഇന്ത്യ. USA, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ. ഇക്കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ GDP 272.41 ലക്ഷം കോടി രൂപയാണെന്ന് ഏകദേശം $3.3 ട്രില്യൺ കണക്കാക്കിയിരിക്കുന്നത്. ഇത് വരുന്ന മാർച്ചിൽ 301.75 ലക്ഷം കോടി രൂപയാകുമെന്നാണ് ബജറ്റ് വിലയിരുത്തൽ. ഈ തുക ഡോളറിൽ കണക്കാക്കിയാൽ അത് ഏകദേശം $3.65 ട്രില്യൺ വരും. ഏപ്രിൽ 1 ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% കടക്കുമെന്നാണ് ധനമന്ത്രാലയത്തിൻ്റെ പ്രവചനം. ഇത് ശരിയായാൽ കോവിഡിന് ശേഷമുള്ള 4 വർഷവും 7% വളർച്ചയെന്ന നേട്ടവും ഇന്ത്യക്ക് സ്വന്തമാകും. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 7.3 സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ അനുമാനം. പക്ഷേ ഈ വളർച്ചയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളിയാകാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നായി റിപ്പോർട്ടിൽ പറയുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ്. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്ന ആശങ്ക ലോകമെങ്ങുമുള്ള സർക്കാരുകൾക്ക് വെല്ലുവിളിയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകമാകെയുള്ള തൊഴിലിൻ്റെ 40% മേൽ AIക്ക് സ്വാധീനം ചെലുത്താമെന്ന രാജ്യാന്തര നാണ്യനിധിയുടെ റിപ്പോർട്ടും നമ്മളിതിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും AI ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും രാജ്യം മികച്ച സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാൻ സാധിക്കട്ടെ എന്നും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് പ്രത്യാശിക്കാം.